ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഫ്രണ്ട്ലി സാലഡാണ്. അപ്പോൾ സാലഡിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ബ്രോക്കോളിയാണ്. ബ്രോക്കോളി ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടുവരാതിരിക്കും കേട്ടോ. പിന്നെ വേണ്ടത് ക്യാരറ്റും മഷ്റൂംസും ബേബി കോണും നേരത്തെ എടുത്ത ബ്രോക്കോളിയിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി മാറ്റി വെച്ചത്. അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ സാലഡ് ക്വാണ്ടിറ്റി പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റും 2 ബേബി കോൺസും 5 മഷ്റൂംസും അത്യാവശ്യം ബിഗ് സൈസിൽ തന്നെ ഉള്ളത്, പിന്നെ കുറച്ച് ബ്രോക്കോളിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതെല്ലാം വാഷ് ചെയ്ത ശേഷം ഇതിൽ ബ്രോക്കോളി ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രോക്കോളിയുടെ ക്രഞ്ചിനെസ് പോവുകയില്ല, എന്നാൽ ആ ഒരു റോ ടേസ്റ്റ് പോയി കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ പെപ്പറും സോൾട്ടും വെച്ച് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ്. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബ്രോക്കോളി ഡ്രെയിൻ ചെയ്തെടുത്തു. പിന്നെ വേണ്ടത് ഡാർക്ക് സോയാ സോസാണ്. ഞാൻ ചിങ്സിൻ്റെ ഡാർക്ക് സോയാ സോസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മഷ്റൂംസും ക്യാരറ്റും ബേബി കോൺസും നമ്മുടെ ഇഷ്ടത്തിന്, ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. ഒരു പാന് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ക്യൂബ്സായി കട്ട് ചെയ്തതാണ്, പെപ്പറും സോൾട്ടും ആയിട്ട് മാരിനേറ്റ് ചെയ്തത്. അത് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡാകുന്ന സമയത്ത്, ആ ഒരു ചിക്കൻ്റെ പിങ്ക് ഷെയ്ഡ് മാറി വൈറ്റ് ആവുന്ന സമയത്ത് അടച്ചു വെച്ച് വേവിക്കുക. ആ ചിക്കൻ നന്നായി കുക്ക് ചെയ്ത് കിട്ടണം. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാവും എണ്ണ. പിന്നെ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂംസ് ആഡ് ചെയ്യണം. അപ്പോൾ മഷ്റൂംസ് ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ മഷ്റൂമിൽ തന്നെ വെള്ളം പുറത്തേക്ക് വന്നോളും. മഷ്റൂംസും ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. വേവ് കുറവാണ്, വേഗം വെന്ത് കിട്ടും. മഷ്റൂംസും വൺസ് കുക്കായി കഴിഞ്ഞാൽ അതും ഒരു പ്ലേറ്റിലിട്ട് മാറ്റുക. ദെൻ അതേ പാനിലേക്ക് തന്നെ ക്യാരറ്റ്സും ബേബി കോൺസും ബ്രോക്കോളിയും ആഡ് ചെയ്യാം. ഇതും ഇടയ്ക്ക് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഇത് നന്നായി സോഗി ആവുന്ന രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാലഡിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. കുറച്ചൊരു ക്രഞ്ചിനെസ്, ഒരു കറുമുറാന്ന് തോന്നുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും സാലഡിന് എപ്പോഴും നല്ലത്. ഇത് ഇടയ്ക്ക് അടച്ചു വയ്ക്കുക, തുറന്ന് ഇളക്കി കൊടുക്കുക. ഇഗെയിൻ അതേപോലെ തന്നെ. ഇപ്പോൾ ഞാനിത് കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം ഒരു 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണാണ് ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് സോയാ സോസിൽ ഓൾറെഡി സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ഇത്രയധികം ക്വാണ്ടിറ്റിക്ക് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതിയല്ലോ. ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അതിൽ നിന്ന് ഇറങ്ങിയ വാട്ടർ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ബ്രോക്കോളിയിൽ നിന്നും ക്യാരറ്റിൽ നിന്നും മഷ്റൂംസിൽ നിന്നും ഇറങ്ങിയ വെള്ളമാണത്. ഈ മഷ്റൂം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഷ്റൂമും ചിക്കനും നേരത്തെ മാറ്റി വെച്ച മഷ്റൂംസും ചിക്കനും ഇത് വൺസ് ആഡ് ചെയ്ത ശേഷം എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ ഈ വെജിറ്റബിൾസിൽ നമ്മൾ സോൾട്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കനിലും നമ്മൾ നേരത്തെ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. ലൈറ്റ് സോയാ സോസാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നോർമലായിട്ടുള്ള സോയാ സോസാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആവാം. ഇപ്പോൾ ഡാർക്ക് സോയാ സോസിന് ഫ്ലേവർ കുറച്ച് കൂടുതലാണ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ പഞ്ചൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണിനടുത്ത്, 1/2 ടീസ്പൂൺ ഉണ്ടായിരിക്കും, പെപ്പറാണ്. അത് നമ്മുടെ ഒരു എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വിനീഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് വിനീഗർ, ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ട്. ദെൻ ഫൈനലി ആഡ് ചെയ്യുന്നത് ഒറിഗാനോ ആണ് സീസണിങ് ആയിട്ട്. ഇനിയിപ്പോൾ ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ സ്റ്റെപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ.